നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് അറിയിക്കാം. വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേലിയിറമ്പിലും തൊടിയിലുമെല്ലാം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വെറും കാട്ടുചെടികളായി നാം നിസ്സാരവൽക്കരിക്കുന്ന പല ചെടികളും വളരെയധികം ഗുണങ്ങളുള്ളവയാണ്. അത്തരത്തിലൊരു ചെടിയാണ് മണിത്തക്കാളി. രോഗം മാറാനും രോഗം വരാതിരിക്കുവാനും ഇവ സഹായിക്കുന്നു. ആയുർവേദ പ്രകൃതി ചികിത്സകളിൽ ഇവയെ ഒരു മരുന്ന് കൂടിയായി ഉപയോഗിക്കുന്നു. ഏകദേശം 4 അടിയോളം ഉയരത്തിൽ വളരുന്ന ലഘുശിഖരങ്ങളോടുകൂടിയ ഒരു സസ്യമാണ് മണിത്തക്കാളി. വഴുതന വർഗത്തിൽപ്പെടുന്നവയാണ് ഇവ. യുറേഷ്യയാണ് ഇവയുടെ ജന്മദേശമെന്ന് പറയുന്നു. പിന്നീട് അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെ പല രാജ്യങ്ങളിലേക്കും ഇവ ചേക്കേറി. നമ്മുടെ നാട്ടിൽ തൊടിയിൽ ഒരു കളസസ്യമായിട്ടാണ് ഇവ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇവയുടെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞതോടെ പലരും ഇവയ്ക്ക് കൃഷിയിടങ്ങളിൽ കൂടി സ്ഥാനം കൊടുത്തു തുടങ്ങി. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലായി ഇവയെ കൃഷി ചെയ്യുകയും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. സോളാനം നൈഗ്രം എന്നതാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. കുന്നിക്കുരുവിൻ്റെ വലിപ്പത്തിൽ കുലകളായി പിടിക്കുന്ന കായകൾക്ക് പഴുക്കുമ്പോൾ നീല കലർന്ന കറുപ്പ് നിറമാണ്. ചവർപ്പ് കലർന്ന മധുരമാണ് പഴുത്ത കായകൾക്ക്. ഇംഗ്ലീഷിൽ ഇവയ്ക്ക് പല പേരുകളാണുള്ളത്. ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ്, വണ്ടർബെറി, സൺബെറി, ബ്ലാക്ക്ബെറി നൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ മണിത്തക്കാളി, മണത്തക്കാളി, മുളക് തക്കാളി എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു. പാകമായി പഴുത്തു കഴിയുമ്പോൾ ഇവയ്ക്കൊരു ഗന്ധമുണ്ട്. അതിനാലാകണം തമിഴ്നാട്ടുകാർ ഇവയെ മണത്തക്കാളി എന്ന് വിളിക്കുന്നത്. സംസ്കൃതത്തിലാട്ടെ കാകമച്ചി എന്നും. പൂക്കൾ ചെറുതും വെള്ള നിറത്തിലുള്ളവയുമാണ്. ഇതിനുൾഭാഗം ധാരാളം വിത്തുകളോട് കൂടിയതുമാണ്. ഞാനിത് പലയിടങ്ങളിലായിട്ടാണ് വളർത്തിയത്. പല നാളുകളിൽ പലയിടങ്ങളിലായി ഞാനിവ കൃഷി ചെയ്തു. നിലത്തും ടെറസിലും ബാൽക്കണിയിലും പിന്നീട് ഗ്രീൻ ഹൗസിലുമൊക്കെയായി. ക്യാനുകളിൽ, ഗ്രോ ബാഗ്, തെർമോക്കോൾ ബോക്സുകൾ, കണ്ടെയ്നറുകൾ അങ്ങനെ പലതരത്തിൽ. വിത്തുകൾ കൊണ്ടുവന്നത് നാട്ടിൽ നിന്നുമാണ് കേട്ടോ. ഇവ 2-3 ഇനങ്ങളുണ്ട്. ചിത്രത്തിൽ കാണുന്നത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇതൊരു കളസസ്യമായിട്ടാണ് വളരുന്നതെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെയുള്ളതുമായി വളരെയധികം വ്യത്യാസവുമുണ്ട്. കാഴ്ചയിൽ കുറേയേറെ സാമ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇവയുടെ രുചിയിലും വലിപ്പത്തിലുമെല്ലാം വ്യത്യാസങ്ങളുണ്ട്. പഴുക്കുമ്പോൾ ഓറഞ്ച് ചുവപ്പ് കളറിലുള്ളവ. അത് പക്ഷേ എൻ്റെ അടുത്തില്ല കേട്ടോ. ഒരിക്കൽ ഖത്തറിലുള്ളൊരു സുഹൃത്ത് അവിടെ കൃഷി ചെയ്തിരുന്നപ്പോൾ കാണിച്ചിരുന്നു. പക്ഷേ ഇതുവരെ എനിക്കത് ശേഖരിക്കുവാൻ സാധിച്ചിട്ടില്ല. ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഒന്നാണിത്. ഇവയുടെ കായ്കളും ഇലകളുമെല്ലാം ഭക്ഷ്യയോഗ്യവും അതോടൊപ്പം തന്നെ മരുന്നിനുമായി ഉപയോഗിക്കുന്നു. പ്രധാനമായും വായിലുണ്ടാകുന്ന അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണിന് ഒരു ഫലപ്രദമായ ഔഷധമായി ഇതിനെ കരുതുന്നു. കൂടാതെ വയറിനുള്ളിൽ ഉണ്ടാകുന്ന അൾസറിനെ പ്രതിരോധിക്കുവാനും. പല വിധത്തിലുള്ള ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. പോഷകസമ്പന്നവും ഔഷധഗുണങ്ങളേറെ അടങ്ങിയിട്ടുള്ളതുമായ ഇവയുടെ ഇലകളും കായ്കളും വിവിധ രീതികളിൽ പാചകം ചെയ്ത് കഴിക്കാം. സാധാരണ രീതിയിൽ ഇവയുടെ പഴങ്ങൾ പാചകം ചെയ്യാതെ തന്നെ കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇലകളും കായ്കളും കറികൾക്കായും വറുത്ത് വറ്റലുണ്ടാക്കുവാനുമൊക്കെ ഉപയോഗിക്കാം. ഇലകളാകട്ടെ ചീരകൾ പോലെ പാചകം ചെയ്ത് ഉപയോഗിക്കാം. സമൂലം ഔഷധ ഗുണമുള്ളവയാണ് ഇവയെന്ന് പറയുന്നു. ത്രിദോഷ ശമനത്തിന് വാതം, പിത്തം, കഫം എന്നിവയ്ക്ക് ഇത് ഉത്തമമാണത്രേ. മഞ്ഞപ്പിത്തം,
ഹൃദ്രോഗം, ചർമ്മരോഗങ്ങൾ ഇങ്ങനെ പലവിധ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് മണിത്തക്കാളി. അതിനാൽ ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുവാൻ ഇവ സഹായിക്കുന്നു. കൂടാതെ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻ സി, കാൽസ്യം, അയൺ, റൈബോഫ്ലേവിൻ, ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് ഇവയെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. 2 തരത്തിലുള്ളവയാണ് ഞാൻ ഇതുവരെ കൃഷി ചെയ്തത്. ചെറിയ കായ്കളോടുകൂടിയ നാടൻ ഇനവും കായ്വലിപ്പം കൂടിയ വിദേശി ഇനവും. കളസസ്യം പോലെ പരിഗണിക്കുന്നതിനാൽ ഇവയ്ക്ക് അധിക പരിചരണമൊന്നും ആവശ്യമില്ല. വിത്തുകൾ പാകിയാണ് ഞാനും ഇവിടെ തൈകൾ മുളപ്പിച്ചെടുക്കുന്നത്. വിൻ്റർ സീസണാണ് ഇതിവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യം. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിൻ്റെ വിത്തുകൾ ഞാനിവിടെ പാകുന്നത്. ഒരിക്കൽ കൃഷി ചെയ്താൽ അവിടെ തന്നെ ധാരാളം വിത്തുകൾ വീണ് പുതിയ തൈകളും ഉണ്ടാകാറുണ്ട്. നേരിട്ട് പാകിയാണ് തൈകൾ മുളപ്പിച്ചെടുക്കാറുള്ളത്. തക്കാളികളോടൊപ്പം തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഇതിൻ്റെ വിത്തുകളും പാകാറുണ്ട്. മുളകിൻ്റെ ഇലയോട് സാദൃശ്യമുള്ളവയാണ് ഇവയുടെ ഇലകളും. ചൂടുകാലമായാൽ പെട്ടെന്ന് തന്നെ നശിച്ചും പോകും. ചട്ടികളിലും ഗ്രോ ബാഗുകളിലും കണ്ടെയ്നറുകളിലും ഒക്കെയായിട്ട് ഇത് നടാവുന്നതാണ്. ചിത്രത്തിൽ കാണുന്നത് വിദേശി ഇനമാണ് കേട്ടോ. ഇവയുടെ കായ്കൾക്ക് നാടൻ ഇനങ്ങൾ പോലെ പുറമേ ഷൈനിങ് ഉണ്ടാകാറില്ല. ഒരൽപ്പം പുളിയും കൂടുതലാണ്. ഞാൻ എൻ്റെ പല ആർട്ട് ഇവയാണ് ഉപയോഗിച്ച് കാണാറുള്ളത്. പലരും ചോദിക്കാറുണ്ട് കുരുമുളക് ഉപയോഗിച്ചാണോ ചെയ്യാറുള്ളതെന്ന്. മണിത്തക്കാളി ഉപയോഗിച്ചാണ് അവയെല്ലാം ചെയ്തതെന്ന് സംശയ നിവാരണം നടത്തിയതാണ് കേട്ടോ. ഇവയുടെ ഇലകൾ മാത്രമല്ല, പൂക്കളും നമ്മുടെ കാന്താരിയോട് സാദൃശ്യമുള്ളവയാണ്. വെളുത്ത ചെറിയ പൂക്കൾ. നാട്ടിൽ മഴക്കാലത്താണ് തൊടിയിലും പറമ്പിലുമെല്ലാം കാണാറുള്ളത് ഇവയെ. ഞാനും അധിക നാളായില്ല ഇതുപയോഗിച്ച് തുടങ്ങിയിട്ട്. തക്കാളിയുടേതുപോലെയുള്ള പല കീടബാധകളും ഇവയും ആക്രമിക്കാറുണ്ട്. പ്രത്യേകിച്ചും ചിത്രകീടവും വെള്ളീച്ചകളും. ഇവയ്ക്കെല്ലാം എതിരായി വേപ്പെണ്ണയും വെളുത്തുള്ളിയും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ചിത്രകീടം ബാധിച്ച ഇലകളെ പറിച്ചു നീക്കാറുമുണ്ട്. നട്ട് ഏകദേശം 1.5 മാസമാകുമ്പോഴേക്കും ഇതിൽ കായ്കളും പിടിച്ചു കിട്ടാറുണ്ട്. തക്കാളികളേക്കാൾ വേഗത്തിൽ തന്നെ. ചെറിയ പുളിയും ചവർപ്പുമുള്ളതിനാൽ എല്ലാവർക്കും ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടണമെന്നില്ല. എങ്കിലും ഇതിൻ്റെ ഉപയോഗം ശരീരത്തിന് ഗുണകരം തന്നെ. ഇടയ്ക്ക് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അടുക്കള മാലിന്യങ്ങളും. പഴുത്തു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞും പോകാറുണ്ട്. ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴേക്കും പൂർണ്ണമായി ഇത് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവിടെ തണുപ്പുള്ള സമയങ്ങളിൽ റോഡ് സൈഡിൽ മറ്റ് ചെടികൾക്കൊപ്പമെല്ലാം കളയായിട്ട് ഇത് വളർന്നു നിൽക്കുന്നത് കാണാറുണ്ട്. അങ്ങനെയാണ് ഗൾഫിലും ഇവയെല്ലാം വളർന്നു വരുമെന്നുള്ളത് മനസ്സിലാക്കിയത്. മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന സംരക്ഷണവും വളവുമെല്ലാം ഇവയ്ക്ക് ഞാൻ കൊടുക്കാറുണ്ട്. തണുപ്പിനോടൊപ്പം തന്നെ സൂര്യപ്രകാശവും നന്നായിട്ട് ആവശ്യമുള്ള ചെടിയാണ് ഇവയും. എന്നാൽ ചൂടുകാലമാകുമ്പോഴേക്കും തണലത്തേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾ കൂടി ഇവയെ സംരക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നാട്ടിലിപ്പോൾ പലരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇത് വെച്ചുപിടിപ്പിക്കാറുണ്ട്. പുതുതലമുറയ്ക്ക് അന്യമാകുന്ന ആരോഗ്യത്തിന് സഹായിക്കുന്ന പ്രകൃതിദത്ത സസ്യങ്ങൾ നമുക്ക് നമ്മുടെ തൊടികളിൽ വെച്ചുപിടിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകും, ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിയുന്നത്ര ആൾക്കാർ ഇത് വെച്ചുപിടിപ്പിക്കുവാൻ ശ്രമിക്കുക. ചെറിയ സൗകര്യങ്ങളിൽ പോലും ഇത് പെട്ടെന്ന് വളർന്നു കിട്ടും.
അപ്പോൾ അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.